വീടാകെ പച്ച പുതപ്പിച്ച് വ്യത്യസ്തമായ ചെടികൾ കൊണ്ട് പരിസ്ഥിതി സൗഹൃദമാക്കിയിരിക്കുകയാണ് ആയൂർ സ്വദേശിനിയായ കോളേജ് അധ്യാപികയായ ജെൻസി മനു. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയാകുന്നതാണ് ഹെവൻ എന്ന ഈ പൂങ്കാവനം. ഹരിതവർണം വാരി വിതറി സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തേകി വാസസ്ഥലം മുഴുവൻ പ്രകൃതിയോട് ഇഴകിച്ചേർത്തിരിക്കുന്ന ഒരിടം കണ്ണിന് കുളിർമയേകുന്നതാണ്. പ്രവാസിയായ മനു ഫിലിപ്പിന്റെ സഹധർമ്മിണി ആയൂർ മാർത്തോമ കോളേജ് അധ്യാപികയായ ജെൻസി മനു തന്റെ സ്വപ്ന ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്ന ചെടികളുടെ കാഴ്ച അത്യന്തം പ്രകൃതിസുന്ദരമായ ദൃശ്യവിരുന്നാണ്. ഹെവൻ എന്ന വീട്ടുപേരുള്ള തന്റെ ഭവനാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന വിവിധ ഇനം തരത്തിലുള്ള ഇലച്ചെടികളും പൂച്ചെടികളും തന്റെ ഒരു ജീവിത അഭിലാഷമായിരുന്നുവെന്ന് ജെൻസി പറഞ്ഞു. ചെടികളോടും പൂക്കളോടുമുള്ള ഇഷ്ടം കുട്ടിക്കാലം തൊട്ടേ മനസ്സിലുണ്ടായിരുന്നു. പുതിയ വീടെന്നുള്ളൊരാശയം ഞങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ നിറയെ പൂക്കളും ചെടികളും ഒക്കെയുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു വീടായിരിക്കണമെന്ന് ഞങ്ങൾ വളരെയേറെ സ്വപ്നം കണ്ടു. ഒരുപക്ഷെ വീടിൻ്റെ എക്സ്റ്റേണൽ ഡിസൈനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് നിറയെ ചെടികളുള്ള നിറയെ പച്ചപ്പുള്ള ഒരു വീടായിരിക്കണമെന്നതായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഈ വീട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെടികളെല്ലാം കളക്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലായിരുന്നു ആദ്യമേ വെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിൻ്റെ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് തൈകൾ കൂടുതലായിട്ട് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ വീട് പണി കഴിഞ്ഞപ്പോൾ ഈ ഗാർഡൻ സെറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് വലിയൊരു ബർഡനായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്ത ചെടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളായിരുന്നു ഈ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ ഉള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ആ സമയത്തൊക്കെ വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ളായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ ചെടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ചെടികളും കളക്ട് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ വളരാൻ പറ്റുന്ന ചെടികളാണ് സെലക്ട് ചെയ്യാറുള്ളത്. പിന്നെ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഒന്ന്, ഞങ്ങളുടെ ഈ എൻവയോൺമെൻറ്റ്, ഈ ഒരു പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ വളരാൻ പറ്റുന്ന ചെടിയാണോ എന്നുള്ളത്. കാരണം സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത പല പ്രദേശങ്ങളിലും പല രീതിയിലാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെടികൾ സെറ്റ് ചെയ്യാറുള്ളത്. കൂടുതൽ വെയിൽ വേണ്ടുന്ന ചെടികളെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ സെറ്റ് ചെയ്യാറുണ്ട്. തണൽ വേണ്ടുന്ന ചെടികളെ ആ രീതിയിലും സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വെറൈറ്റിയുടെ ചെടികൾ, പ്രത്യേകിച്ച് ബിഗോണിയ വെറൈറ്റി ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ സ്പീഷ്യസ് വെറൈറ്റികൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യും. അഡീനിയാണെങ്കിൽ അതിൻ്റെ കുറേ വെറൈറ്റീസ് എടുത്ത് അത് പ്രത്യേക ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഹോയ പ്ലാന്റ്സ് ഉണ്ട്, ഫേൺസിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. കൂടുതലും ഇലച്ചെടികളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. വ്യത്യസ്തങ്ങളായ വിവിധ ഇനം ചെടികൾ ജെൻസിയുടെ ശേഖരത്തിലുണ്ട്. ഹോയ, ഫേൺ, ബഗോണിയ, അഗ്ലോമിയ, മറാന്ത, പോത്തോസ്, അഡനിയം, ക്രീപ്പർ, പെട്രിയ, കാസ്ലോ, ബ്ലൂബെൽ, ടംബർജിയ, ബൊഹീനിയ. ചെടികളുടെ പരിപാലനം എന്ന് പറയുന്നത് ജൈവവളമാണ് ഞാൻ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കാറുള്ളത്. വളരെ കുറച്ച് മാത്രമേ രാസവളം എൻ പി കെ കൊടുക്കാറുണ്ട്. എന്നാൽ വളരെ ചെറിയ തോതിൽ മാത്രമാണ് രാസവളത്തിലേക്ക് പോകാറുള്ളത്. ജൈവവളം എന്ന് പറയുമ്പോൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ കുതിർത്തിട്ട് അതിൻ്റെ സ്ലറി ഫോം ഉണ്ടാക്കിയതിന് ശേഷം അത് ഡൈല്യൂട്ട് ചെയ്താണ് ചെടികൾക്ക് ഒഴിക്കാറുള്ളത്. മാസത്തിൽ ഒരു 3-4 തവണ
ഇടവിട്ട് ചെടികൾക്ക് വളരെ ലൈറ്റായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കൃത്യമായിട്ട് വെള്ളം കൃത്യമായിട്ട് എന്നും ഒഴിക്കാറുണ്ട്. എന്നാൽ ചില ചെടികൾക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം മതി. അങ്ങനെയുള്ളവയെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുമുണ്ട്. പിന്നെ ഇതിനെ ഞാൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ചെടികൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, അതിനാണ് കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഒരുപാട് വെറൈറ്റി കളക്ട് ചെയ്യുന്നതിനേക്കാൾ എങ്ങനെ ചെടി എവിടെ വെക്കണം അല്ലെങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് ശ്രദ്ധിക്കാറുള്ളത്. കൂടാതെ വിവിധതരം മുളകൾ, ബൊഗേൻവില്ല എന്നിവയും ഇതിൽ ഉൾപ്പെട്ടവയാണ്. ചെടികളുടെ പരിപാലനം എപ്പോഴും പ്രയാസമുള്ളതാണെങ്കിലും മനസ്സിന്റെ സന്തോഷം അർത്ഥവത്താകുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാകും. മനസ്സിന് ഏറെ സന്തോഷം പകരുന്നതോടൊപ്പം വർഷം മുഴുവനും ശുദ്ധവായു സമൃദ്ധിയായി ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. തൻ്റെ 3 കുട്ടികളെപ്പോലെ തന്നെ ചെടികളെയും സ്നേഹിക്കുന്ന ഈ അധ്യാപിക സമൂഹത്തിനും പ്രകൃതിക്കും നല്ല പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്.